എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും അതിൻ്റെ റേറ്റും അതിൻ്റെ റിവ്യൂ ഒക്കെയാണ്, മിനി റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു നെയിൽ പോളിഷിൻ്റെ സെറ്റാണ്. അവരുടെ സൺസ്ക്രീൻ വൈപ്സും അതുപോലെ അവരുടെ വെറ്റ് വൈപ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ലിപ് കെയറിൻ്റെ സെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലിപ് കെയർ കിറ്റാണ്. അപ്പോൾ അതുതന്നെയാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർമെലണിൻ്റെ വേരിയൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലൊരു ലിപ് സ്ക്രബും ലിപ് ബാമും ലിപ്സ്റ്റിക്കാണ് വരുന്നത്. 199 റുപ്പീസിനാണ് ഈ ഒരു സെറ്റ് വരുന്നത്. അപ്പോൾ ഇത് എക്സ്ഫോളിയേറ്റിംഗ് ലിപ് സ്ക്രബ്, ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലിപ് സ്ക്രബ് ആയാലും ലിപ് ബാം ആയാലും ഒരു ഓക്കെ പ്രോഡക്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ 199 വർത്താണോ എന്ന് ചോദിച്ചാൽ 3 എണ്ണം ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് വർത്താണെന്ന് തന്നെ പറയാം. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇതുപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ബാക്കി വേരിയൻസ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് അത്ര വലിയ ആ ഒരു തുറക്കുമ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇല്ല സത്യം പറഞ്ഞാൽ. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇതുപോലത്തെ വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ ലെമണിൻ്റെ സ്മെല്ലുള്ളതാണ് എടുത്തത്. അപ്പം അത് വെച്ചിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കി. അപ്പം അത് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ വൈപ്സ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ്. അപ്പോൾ ലെമണിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെറ്റ് വൈപ്സിൻ്റെ റേറ്റ് വരുന്നത് 29 റുപ്പീസാണ്. അപ്പോൾ എന്തുകൊണ്ടോ വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾക്ക് ഈ ഒരു നെയിൽ പോളിഷിൻ്റെ സെറ്റാണ് എടുത്തത്. അപ്പം നല്ല കളേഴ്സാണ്. പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഉണങ്ങി കഴിയുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് അല്ല, ഷൈനിങ് ടൈപ്പ് ഇതാണ്, നെയിൽ പോളിഷാണ്. ഈ ഒരു സെറ്റിൽ ഈ 4 കളേഴ്സാണ് വരുന്നത്. വയലറ്റ്, ഗ്രീൻ, ബ്ലൂ, അതേപോലെ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സാണ് വരുന്നത്. അതായത് പേസ്റ്റൽ ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത കളേഴ്സാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ കൈക്ക് അത് ചേരാത്ത പോലെ തോന്നി. കളേഴ്സൊക്കെ അടിപൊളിയാണ്. മൂന്ന് കോട്ട് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഇവരുടെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വൈപ്പ് ചെയ്യുന്നത്. 49 റുപ്പീസിന് 30 എണ്ണമുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴും ഒരു ഓയിലി എഫക്റ്റാണ് നമ്മളുടെ നെയിൽസിൽ ഉണ്ടാവുക. കുറച്ചിങ്ങനെ മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട്. ഈ ഒരൊറ്റ വൈപ്പ് വെച്ചിട്ട് നമുക്ക് 10 നെയിൽസും ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറ്റ് വൈപ്സ് ആയാലും നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആയാലും അടിപൊളിയാണ്. എനിക്ക് ബാക്കി പ്രോഡക്ട്സിനേക്കാളും ഇത് രണ്ടാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. സൺസ്ക്രീൻ വൈപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല സൺസ്ക്രീൻ വൈപ്സ് വർക്ക് ആവുന്നുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. ഒരു മിനി റിവ്യൂ ആണ്. ജസ്റ്റ് വാങ്ങിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.